തന്നെയാണ് ഒട്ടിച്ചത് വാജിവാഹനത്തിൽ. ആ അഷ്ടദിക്പാലകരിലാണ് എൻ്റെ കൂടെ വന്ന ഷാജി കൈലാസും എൻ്റെ മകൻ, അതുപോലെ തന്നെ റഞ്ജി പണിക്കർ, ഇവരെല്ലാം. മോഹൻലാലും ഇത് അറിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വിളിച്ച് പറഞ്ഞത്, മോനെ എൻ്റെ ഒരു 2 പവൻ സനൽ തരും, അതും ഒന്ന് കൊടുക്കണം. ഇതെല്ലാം അവിടെ കൃത്യമായി എൻ്റെ ഓർമ്മയാണ്. ഞാനതിന് രസീതൊന്നും വാങ്ങാൻ നിന്നില്ല. കാരണം ഭക്തജനങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ നന്മ സ്ഥാപനമാണ് ആ കൊടിമരത്തിൻ്റെ ഒരു പുതുക്കി പണിയലെന്ന് പറയുന്നത്. അതിൻ്റെ എനിക്കറിയാം, എൻ്റെ വല്യമ്മാവനായിരുന്നു അന്നത്തെ ചെയർമാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടേമിൽ അന്ന് നടന്ന ഒരു ദേവപ്രശ്നത്തിൽ കൃത്യമായി ഒരു സ്കാനർ വെച്ച് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഉൾപ്പൊരുൾ കൃത്യമല്ല, ഇതിന് ദോഷമുണ്ട്. ഈ ചെതലും മണലും ഒക്കെ വന്നു എന്നൊക്കെ ഇന്നലെ ഏതോ ചാനലിലൊക്കെ പറയുന്നൊക്കെ കേട്ടു. അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു അറിവ് അവർക്കുമില്ല, ആർക്കുമില്ല. അപ്പോൾ ഇത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഒരു കൊടിമരം എന്ന് പറയുന്നത് എൻ്റെ ചെറിയ അറിവിൽ ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് ഞാൻ ആചാര്യന്മാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഭഗവാന്റെ പൊക്കിൾ എന്ന് പറയുന്ന പ്രദേശത്താണ് പൊക്കിൾ കൊടി ബന്ധമാണ് സ്ഥാപിക്കുന്നത് ഒരു കൊടിമരത്തിലൂടെ. എല്ലാ ക്ഷേത്രങ്ങൾക്കും കൊടിമരം അഭിലഷണീയമല്ല, അനുവദിച്ചിട്ടില്ല. അവിടുത്തെ താന്ത്രിക വിധി പ്രകാരം അനുവദിക്കത്തില്ല, കൊടിമരം പാടില്ല എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഇത് വിശ്വാസ പ്രമാണങ്ങളിൽ ചില ദോഷങ്ങൾ കാണുമായിരിക്കാം, അത് നിർദ്ദേശിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൊടിമരം പണിയുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷനാണ് അത് ചെയ്തത്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇത് 300 വർഷം 400 വർഷം നിലനിൽക്കാൻ പോകുന്ന കൊടിമരമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ഭക്തൻ അതിന് 3.5-4 കിലോ സ്വർണം കസ്റ്റംസിൽ നിന്ന് അതിൻ്റെ തീരുവയെല്ലാം അടച്ച് അധിക എക്സൈസ് ഡ്യൂട്ടിയും അടച്ച് കൊണ്ടുവന്നാണ് ആ കൊടിമരം ചെയ്യുന്നത്. ഇതിൽ ഇനി വരുന്ന കാലത്ത് എൻ്റെ ഒരു 5-മത്തെയോ 6-മത്തെയോ തലമുറയ്ക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കണം, എൻ്റെ വിയർപ്പിൻ്റെ ഒരു അംശം കൂടി അതിലുണ്ട് എന്ന് അവകാശപ്പെടാൻ സാധിക്കണമെന്ന് പറയുന്ന വലിയ വികാരത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അതിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നുള്ള സ്വർണം എടുത്ത് അത് ഭീമയിൽ കൊണ്ടുപോയി 24 ക്യാരറ്റ് ആക്കണം. നമ്മുടെ അടുത്തുള്ളതെല്ലാം 22ഉം 21ഉം ക്യാരറ്റ് ആയിരിക്കും. അപ്പം ഞാൻ വാങ്ങിച്ച കോയിൻസ് 22 ആയിരുന്നു, പക്ഷെ അത് 24 ക്യാരറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനുള്ള അധിക പണം അടച്ച് എടുത്തു കൊണ്ടുപോയാണ് അവിടെ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അറിഞ്ഞവരെല്ലാം വന്നിട്ട് ഞങ്ങൾ കൂടി ഇത്ര കൊടുക്കണമെന്ന് പറഞ്ഞ് അതിൽ ഭൂരിഭാഗം പേരും എൻ്റെ കൂടെ അന്ന് ഇതിലേക്ക് ഒട്ടിക്കുന്ന ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ല, ഇത് ക്യാമൽ ഒട്ടകത്തിൻ്റെ തൊലിയുടെ ഷീറ്റുകളുണ്ടാകും, അതിനിടയ്ക്ക് വെച്ച് തടി വെച്ച് അടിച്ച് പരത്തി ഇത് നമ്മളിങ്ങനെ ഈ സ്വീറ്റ്സിൻ്റെയൊക്കെ കാജു കട്ട്ലിയുടെയൊക്കെ പുറത്ത് സിൽവർ ലെയർ വയ്ക്കത്തില്ലേ, അതുപോലുള്ള തിൻ ഷീറ്റാക്കിയിട്ട് മെർക്കുറി തേച്ചിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ തന്നെയാണ് ഒട്ടിച്ചത് വാജിവാഹനത്തിൽ. ആ അഷ്ടദിക്പാലകരിലാണ് എൻ്റെ കൂടെ വന്ന ഷാജി കൈലാസും എൻ്റെ മകൻ, അതുപോലെ തന്നെ റഞ്ജി പണിക്കർ, ഇവരെല്ലാം. മോഹൻലാലും ഇത് അറിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വിളിച്ച് പറഞ്ഞത്, മോനെ എൻ്റെ ഒരു 2 പവൻ സനൽ തരും, അതും ഒന്ന് കൊടുക്കണം. ഇതെല്ലാം അവിടെ കൃത്യമായി എൻ്റെ ഓർമ്മയാണ്. ഞാനതിന് രസീതൊന്നും വാങ്ങാൻ നിന്നില്ല, കാരണം ഇത് ഞാൻ ഭഗവാൻ അർപ്പിച്ചതാണ്. ഈ ഹുണ്ടിയിലിടുന്ന കാശിന് എത്ര പേരാണ് റെസീറ്റ് വാങ്ങുന്നത്? ഒരാൾക്ക് കിട്ടുമോ റെസീറ്റ്? ബണ്ടിലുകളാണ് തെലുങ്കര് വന്നിടുന്നത്. എന്ത് റെസീറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്? തന്നിട്ടുണ്ടാവും, ഞാൻ വാങ്ങിയിട്ടുണ്ടാവും, ഞാൻ എവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കൃത്യമായി ബുക്ക് എടുത്ത് വെച്ച് കണിശക്കാരനാണ് അദ്ദേഹം. അന്ന് അജയ് തറയിലും അതുപോലെ തന്നെ പ്രയാർ ഗ്വാലേഷൻ ചേട്ടനും ഒക്കെ ഉണ്ട്. അവരെല്ലാം നല്ല ഭക്തി നിർഭരമായ അന്തരീക്ഷം ഒരുക്കി തന്നെയാണ് അവിടെ നിന്നത്.
എല്ലാ ഇറ്റ് സ്വർണത്തിനും അരപ്പവൻ തന്നവരുണ്ട്. എല്ലാം അവിടെ റെക്കോർഡ് ചെയ്ത് അവരുടെ പേരും എഴുതി വെച്ച് തന്നെയാണ് ഈ സ്വർണം അവിടെ വെച്ച് അടിച്ച് ഷീറ്റാക്കിയതും പലതും ഫോയിലാക്കി തന്ന് ഞങ്ങൾ തന്നെ ഇരുന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. ഇതിന് മേലെ ഇനി ഒരു കണക്ക് കൂടിയുണ്ട്. ഇനി അതുകൂടെ ഇവർ അന്വേഷിക്കണം. എണ്ണത്തോണിയിൽ ഈ മരം മുറിക്കുന്ന ചടങ്ങ് തുടങ്ങി ഞാൻ ഇതിൻ്റെ കൂടെ സഞ്ചരിച്ച ആളാണ്. മരം മുറിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ടില്ല. പക്ഷേ ഈ പണിയുടെ ഒരു ആത്മീയ സഞ്ചാരത്തിൽ ഞാനും അതിൻ്റെ കൂടെ സഞ്ചരിച്ച ആളാണ്, ആത്മീയമായി തന്നെ. അപ്പോൾ ഇത് എണ്ണത്തോണിയിൽ അതിൻ്റെ ക്യൂറിങ് പീരീഡ് കഴിഞ്ഞ് എണ്ണത്തോണിയിലേക്ക് നിക്ഷേപിച്ചപ്പോൾ ആ എണ്ണത്തോണിയിലേക്ക് ഒഴിക്കാൻ ഒരുപക്ഷെ തിരിയിട്ട് കത്തിച്ചാൽ കറുത്ത പുക വരാത്ത ഒറിജിനൽ എള്ളിൻ്റെ എണ്ണ തോവാളയ്ക്കപ്പുറത്തുനിന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് ചക്കിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് 12 ടിൻ എണ്ണ ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ അഴിമതിയും കൂടെ കണ്ടുപിടിക്കേണ്ടി വരുമോ? പാവം എന്തിനാണ് ഭക്തജനങ്ങൾ നൽകുന്ന ഇത്തരം സംഭാവനകൾക്ക് അവരെ രാഷ്ട്രീയപരമായി എല്ലാവരും ഇതിനകത്ത് വേണമെന്ന് പറഞ്ഞ് ചില പേരുകൾ എടുത്ത്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയമൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും അവരെ ഒന്നും ദ്രോഹിക്കുന്നതിന് നമുക്ക് മാനസികമായിട്ട് കൂട്ടു നിൽക്കാനൊക്കത്തില്ല. അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ, കോടതി അന്വേഷിക്കട്ടെ എന്ന് മാത്രമേ പറയൂ. അല്ലാതെ പിന്നെ അതെല്ലാം അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു. ആ രേഖ അവർ സൂക്ഷിക്കും. എനിക്ക് സൂക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല.